സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ഉത്തരേന്ത്യയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നല്ല, പലരും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെക്കാളൊക്കെ മികച്ചവരായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ കണക്കെടുക്കുമ്പോൾ 500ലേറെ കിതാബ് രചിച്ച അഹമ്മദ് റിളാ ഖാൻ പറയുന്നുണ്ട്, നമ്മുടെ ഈ മുത്താലിമീങ്ങളടക്കം എല്ലാ മുത്താലിമീങ്ങളും ഓതിപ്പടിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഉത്തരേന്ത്യയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിർമ്മിച്ചതാണ്. ലോജിക്കിലെ മിർഖാത്ത് മുതൽ നമ്മുടെ കുട്ടികൾ അറബി സാഹിത്യം പഠിക്കുന്ന നഫായിസ് വരെയും. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ആ വിശ്വാസികൾക്ക്, അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഇസ്ലാം കേട്ടുകേൾവിയാകുന്നു? എന്താണ് നിസ്കാരം എന്നറിയാത്ത വലിയൊരു തലമുറ അവിടെ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വാപ്പ മരണപ്പെട്ടാൽ വിറകൊരുക്കി ശവം ദഹിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ പഞ്ചാബിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വ്യാപകമായ ദഅവത്ത് നടക്കുന്നു. വലിയ സംരംഭങ്ങൾ അവിടെ പടുത്തുയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ശൃംഖലയായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ ഒരിടത്ത് വെച്ചിട്ട് ഖിത്താൻ നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ചു. ഖിത്താൻ നടത്തുന്നത് എന്നെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 75 വയസ്സുള്ള വൃദ്ധർ പോലും ഖിത്താൻ നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ വേദിയിലേക്ക് നിർവഹിക്കാൻ കടന്നു വന്നു. എന്തുകൊണ്ടാണ്? വലിയ പണ്ഡിതന്മാർ ദീനീ ദഅവത്ത് നടത്തിയ ഉത്തരേന്ത്യയിൽ, അഹമ്മദാബാദ് നമുക്കറിയാം, ഗുജറാത്തിന്റെ തലസ്ഥാനം, വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ച മണ്ണ്. എന്തുകൊണ്ട് ഇസ്ലാം കേട്ടുകേൾവിയായി? ഇന്ന് നിസ്കാരം അറിയാത്ത, ഖുർആൻ ഓതാൻ അറിയാത്ത വലിയൊരു സമൂഹം ഭൗതികമായും ആത്മീകമായും തോറ്റ് തുന്നമ്പാടി അവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലേക്ക് മണല് ധരിക്കാൻ വരുന്ന, കൈപ്പണ്ടാരിയായിട്ട് പോകുന്ന, കല്ല് കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പല പാവപ്പെട്ട മനുഷ്യരും ഹാഫിളീങ്ങളാണെന്ന് നമുക്കറിയണം. അവർ ഹാഫിളീങ്ങളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഭൗതികമായും ആത്മീകമായും അവർ തോറ്റുപോയത്? ഈ മഹാപണ്ഡിതന്മാരുടെ വിജ്ഞാന വിപ്ലവത്തിന് പിന്തുടർച്ച ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട്. ലളിതമായി പറഞ്ഞാൽ സമസ്ത രൂപീകരിക്കപ്പെടാത്തത് കൊണ്ട്. സമസ്തയുടെ കീഴിൽ SYS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തും ഇല്ലാതെ വന്നതുകൊണ്ട്. പക്ഷെ കേരളം വ്യത്യസ്തമാണ്. കേരളത്തിൽ വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ വലിയ സമ്പന്നതയുണ്ട്. കേരളത്തിലെ ഓരോ മുസ്ലിമിനും നിസ്കാരം എന്താണെന്നറിയാം, എങ്ങനെയാ നോമ്പെടുക്കേണ്ടതെന്നറിയാം. അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ഈ മസലകളൊക്കെ അവർക്ക് ഹൃദയസ്ഥമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ കേന്ദ്രീകരിച്ച് പണ്ട് സ്പെയിനിലൊക്കെ നടത്തിയതുപോലെ അധാർമികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. സ്പെയിന് നമുക്കറിയാലോ, ഇസ്ലാമിന്റെ അഭിമാന നാടായിരുന്നു അത്. ഈ മുത്താലിങ്ങളൊക്കെ ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന ഗ്രന്ഥം അൽഫിയത്ത് ബിൻ മാലിക്, അതിന്റെ ഗ്രന്ഥകർത്താവ് പോലും സ്പെയിനുകാരനാണ്. ബിസ്മിയുടെ ഷറഹിൽ അവർ ഓതി പഠിക്കുന്നുണ്ട് അൽ ഉന്ദുലൂസിയുൽ ഖലീം. അദ്ദേഹത്തിന്റെ നാട് സ്പെയിനാണെന്ന്. ഇസ്ലാമിന്റെ അഭിമാനമായിരുന്നു സ്പെയിൻ. ഏതാനും വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളോളം. യൂറോപ്യന്മാർക്ക് അക്കപറിക്ക് നടക്കുന്ന കാലത്ത്, എന്താണ് ജീവിതമെന്നറിയാത്ത കാലത്ത്, വിജ്ഞാനവും സയൻസിനെയും കുറിച്ച് അവർക്ക് ഒരു ബോധമല്ലാത്ത കാലത്ത്, സ്പെയിനിലെ കോർഡോവ യൂണിവേഴ്സിറ്റി വഴി മുസ്ലിങ്ങളിൽ നിന്ന്, അറബികളിൽ നിന്നാണ് അങ്ങോട്ട് വിജ്ഞാനം എത്തുന്നത്. ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ അവകാശവാദമല്ല ഇത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുക, വിശ്വചരിത്രാവലോകനം വായിച്ചു നോക്കുക. KM റോയിയുടെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകം നമ്മളൊന്ന് വായിക്കണം. ലെനിൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം പഠിക്കുന്നതും ഗ്രന്ഥം രചിക്കുന്നതും. ഏറ്റവും ലാസ്റ്റ് MP വീരേന്ദ്രകുമാർ രചിച്ച ഡാനൂബ് സാക്ഷി എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ 134 പേജുകൾ നമ്മളൊന്ന് പഠിക്കണം. ഇസ്ലാം ലോകത്തിന് നൽകിയ മഹത്തായ ശാസ്ത്രീയ സംഭാവനകൾ MP വീരേന്ദ്രകുമാർ അതിൽ ഇങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. ഈ വിഷയം ഞാൻ വിസ്തരിച്ച് ഉപന്യസിച്ചാൽ വലിയ ഗ്രന്ഥങ്ങൾ വേണ്ടിവരും. തൽക്കാലം ഞാനിവിടെ നിർത്താം. അദ്ദേഹത്തിന്റെ യൂറോപ്യൻ യാത്രാനുഭവമാണ്. ഡാനൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂറോപ്പിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ്. ആ നദിയുടെ കരയിലൂടെയായിരുന്നു കുരിശു പട്ടാളക്കാർ ബൈത്തുൽ മുഖദ്ദസ് തകർക്കാനും നശിപ്പിക്കാനും വേണ്ടി കടന്നു വന്നത്. 12 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ടത്. യൂറോപ്പിനെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ അദ്ദേഹം ഡാനൂബ് സാക്ഷി എന്ന പുസ്തകത്തിന് പേരിടാൻ അതാണ് കാരണം. ഇത്രമേൽ മിടുമിടുക്കരാകുന്ന ശാസ്ത്ര പ്രതിഭകൾ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ MBBS വിദ്യാർത്ഥിയുടെ 1000 വർഷത്തെ പ്രധാനപ്പെട്ട പാഠപുസ്തകമായിരുന്നു ഇബ്നു സീനയുടെ കിതാബ് അൽ കിതാബ് ഫി തുബ്.
1000 വർഷം ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിയം ഉണ്ട്. അദ്ദേഹം ജീവിച്ചത് ആ മണ്ണില്. നമ്മുടെ കിതാബിലൊക്കെ മാവറ നഹർ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം എല്ല് മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഉപകരണമാണ് ഈ ശാസ്ത്രീയമായി ഏറ്റവും പുരോഗതിയിലുള്ള ഈ കാലഘട്ടത്തിലും വൈദ്യശാസ്ത്ര വിശ്വഗ്രന്മാർ ഉപയോഗിക്കുന്നത്. ഇദ്ദേഹമൊക്കെ ജീവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ വിജ്ഞാനത്തിന്റെ കേന്ദ്രം, മുസ്ലിങ്ങളുടെ അഭിമാനമായിരുന്ന സ്പെയിൻ, എങ്ങനെയാണ് യൂറോപ്യന്മാർ നശിപ്പിച്ചത്? എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് അവർ തട്ടിയെടുത്തത്? കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതല്ലായിരുന്നു പ്രധാനം. നേരെ മറിച്ച് ആത്മീയമായി ശോഷണം വരുത്താൻ അവർ ദീർഘകാലം പണിയെടുത്തു. അങ്ങനെ ഇസ്ലാമും വ്യക്തിപരമായ താല്പര്യങ്ങളും ഏറ്റുമുട്ടുന്നിടത്ത് ഇസ്ലാമിനെ മാറ്റിവെച്ച് തന്റെ താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയെ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യുദ്ധം തോറ്റതുപോലും. സ്പെയിനിന്റെ പ്രതാപകാലത്ത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. സ്പെയിൻ എത്രമാത്രം ഇസ്ലാമിന്റെ അഭിമാനമായിരുന്നോ, ഇന്ന് നമ്മുടെ മക്കളിൽ സ്പെയിനെ കുറിച്ചുള്ള ബോധം അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ബാഴ്സലോണ ക്ലബ് അവിടെയാണ് എന്നതാണ്, റിയൽ മാഡ്രിഡ് അവിടെയാണ് എന്നതാണ്. നേരെ മറിച്ച് ഇസ്ലാമിക സ്പെയിനിന് ഉജ്ജ്വലമായ ചരിത്രമുണ്ട്. നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെ? ഈ ആത്മീയമായി തകർത്തുകൊണ്ട്.